ഹലോ, ഗുഡ് ഈവനിങ്. ദിസ് ഈസ് നെബു. ഇന്നത്തെ ഡേറ്റ് 21 ജനുവരി 2026. നമ്മൾ രാവിലത്തെ വീഡിയോയിൽ നമ്മൾ നിഫ്റ്റി സപ്പോർട്ട് ലെവലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ രണ്ട് സപ്പോർട്ട് ലെവലാണ് 20th ജനുവരിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് DMA 200-ഉം അതേപോലെ 25,000. ഈ രണ്ട് സപ്പോർട്ട് ലെവലിനെയും ഇന്ന് നിഫ്റ്റി ബ്രേക്ക് ചെയ്ത് രാവിലെ താഴോട്ട് പോയി. എന്നാൽ നമ്മൾ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു മാർക്കറ്റ് എവിടാണ് ക്ലോസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് വിൽ ബി ദ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്കെല്ലാവർക്കും ഒരു ചെറിയ ഹോപ്പ് തരുന്ന ഒരു ചാർട്ടാണ് ഇന്നത്തേത്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു നിഫ്റ്റി ചാർട്ട്. അപ്പോൾ ഇതാണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്. ഓക്കെ, ഈ റെഡ് ലൈന് 200-ഡേ മൂവിങ് ആവറേജ്, ആൻഡ് ഇത് വൈറ്റ് ലൈൻ ഇസ് 25,000 നിഫ്റ്റിയുടെ സപ്പോർട്ട് ലെവലാണ്. ഓക്കെ, 25,000 ആൻഡ് DMA 200. ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 200-ഡേ മൂവിങ് ആവറേജിനെ തൊട്ടാണ്. ഓക്കെ, അപ്പം ക്ലോസിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം മൂവിങ് ആവറേജിനെ തൊട്ട് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുവാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇന്നത്തെ ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത് ബുള്ളിഷ് സ്പിന്നിങ് ടോപ്പ് എന്ന് പറയും. അതെന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഇനി നമ്മളൊരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 5 മിനിറ്റ്സ് ക്യാൻഡിലിൽ പോയിട്ട് നമ്മൾ നോക്കാം എങ്ങനെ ആയിരുന്നു മാർക്കറ്റിൻ്റെ പെർഫോമൻസ്. ഇത് 5 മിനിറ്റ്സ് സ്ക്രീനാണ്. ഓരോ ക്യാൻഡിലും 5 മിനിറ്റ്സ് ആണ്. ഓക്കെ, അപ്പം ഇന്ന് രാവിലെ 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് നമ്മൾ നോക്കുമ്പം നിഫ്റ്റി ടൈം 10:50 ആയപ്പം നിഫ്റ്റി 25,000 സപ്പോർട്ട് ലെവലിനെ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 2-3 ക്യാൻഡിൽ കഴിഞ്ഞപ്പം നിഫ്റ്റി 25,000-നെ ക്രോസ് ചെയ്ത് മേളിലോട്ട് കയറാൻ തുടങ്ങി. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ സിനാരിയോ. ഓക്കെ, 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഒരു ഗ്രീൻ ക്യാൻഡിലായിരുന്നു. ഇമ്മീഡിയറ്റ്ലി സൂൺ ആഫ്റ്റർ മാർക്കറ്റ് നല്ലതായിട്ട് ക്രാഷ് ചെയ്തു. 10:50 മാർക്കറ്റ് 25,000 സപ്പോർട്ട് ലെവലിനെ ബ്രേക്ക് ചെയ്ത് താഴെ പോയി. അത് കഴിഞ്ഞ് 11:10 മാർക്കറ്റ് പിന്നെയും തിരിച്ച് കയറാൻ തുടങ്ങി, ഒരു പുൾ ബാക്ക് നടത്തി. ഓക്കെ, ഈ ബ്ലൂ ലൈന് 200-ഡേ മൂവിങ് ആവറേജിൻ്റെ മാർക്ക് ചെയ്തേക്കുന്ന ലൈനാണ് 200-ഡേ മൂവിങ് ആവറേജ്. അതേപോലെ ഇത് വൈറ്റ് 25,000. അപ്പം ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 200-ഡേ മൂവിങ് ആവറേജിൻ്റെ മേളിലാണ്. ഓക്കെ, ആക്ച്വലി 200-ഡേ മൂവിങ് ആവറേജിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇന്നത്തെ ഡെയിലി ചാർട്ടിൽ നമ്മൾ കണ്ട ബുള്ളിഷ് സ്പിന്നിങ് ടോപ്പിനെ കുറിച്ച് നമ്മളൊന്ന് നോക്കാം. ഈ ക്യാൻഡിലാണ് പറയുന്നത് ബുള്ളിഷ് സ്പിന്നിങ് ടോപ്പ് എന്ന്. ചെറിയ ബോഡി, രണ്ട് സൈഡിലും ലോങ് വിപ്പ്. ഓക്കെ, ചെറിയ ബോഡി, രണ്ട് സൈഡിലും ലോങ് വിപ്പ്, അതിന് പറയുന്നത് ബുള്ളിഷ് സ്പിന്നിങ് ടോപ്പ്. അപ്പം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഈ ബുള്ളിഷ് സ്പിന്നിങ് ടോപ്പ് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ആ സെയിം തന്നെയല്ലേ, ചെറിയൊരു ബോഡി,
രണ്ട് സൈഡിലും ഒരു ലോങ് വിപ്പ്. ഓക്കെ, അത് ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന മാർക്കറ്റ് ഒരു ഫോളായിരുന്നു. ഫോളിന് ശേഷം ഒരു ലാസ്റ്റ് ഒരു ക്യാൻഡിൽ വന്നേക്കുന്നത് ബുള്ളിഷ് സ്പിന്നിങ് ടോപ്പ്. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് റീബൗണ്ട് ചെയ്തു. ഇതാണ് ഈ ഒരു ക്യാൻഡിലിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പം അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാമെങ്കിൽ, എ ബുള്ളിഷ് സ്പിന്നിങ് ടോപ്പ് ഈസ് എ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ഷോയിങ് മാർക്കറ്റ് indecision but hinting at potential upward movement, appearing as a small green or white body with long upper and lower shadows, signifying buyers pushed the price up and sellers push it down, with the buyers just barely closing it higher, often signaling a weakening downtrend and possible reversal. ഓക്കെ, അതാണ് പോസിബിൾ റിവേഴ്സലിന് ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ നമ്മളോട് പറയുന്നത് ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് റിവേഴ്സ് ട്രെൻഡ് വരാനായിട്ട്. കുറേ ദിവസങ്ങളായിട്ട് മാർക്കറ്റ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഈ ക്യാൻഡിൽ നമ്മൾ കണ്ടത് ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് റിവേഴ്സിങ് ദ ട്രെൻഡ്. ഓക്കെ, ആ ഒരു ഹോപ്പിൽ നമുക്ക് നാളെ മാർക്കറ്റിനെ കാണാം. ഓക്കെ, ഇപ്പം ആരെങ്കിലും എന്നോട് ചോദിക്കുവാണെങ്കിൽ മാർക്കറ്റ് ബോട്ടം എത്തിയോ, ഇസ് ഇറ്റ് റൈറ്റ് ടൈം ടു ഇൻവെസ്റ്റ് എന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുന്നത് ബോട്ടം കൺഫേം ആയിട്ടില്ല. ഓരോ സൈൻ കാണിക്കുന്നതേ ഉള്ളൂ. ബോട്ടം കൺഫേം ആയിട്ടില്ല. അപ്പം ബോട്ടം കൺഫേം ചെയ്യുന്നതിന് വരെയും ഫ്രഷ് മണി ഇൻവെസ്റ്റ് ചെയ്യല്ലേ. പ്ലീസ് ഹോൾഡ് ആൻഡ് വെയിറ്റ് ഫോർ ദ കൺഫേംഡ് ബോട്ടം. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.